ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ പി സി സ്ലോ ആണോ? അതായത് എന്താ പറയുക, കഷ്ടിച്ച് റൺ ചെയ്യുന്ന മാതിരി സ്പീഡൊന്നുമില്ല, ലാഗ് അടിക്കുന്നുണ്ട്. പി സിയോ ലാപ്ടോപ്പോ ഏതായാലും ഒന്ന് തന്നെയാണ്. സ്ലോ ആണോ? എന്നാൽ അന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ ഒരു പ്രശ്നം ഒന്ന് ശരിയാക്കി നിർത്താൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതേപോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് വല്ല മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ, വിൻഡോസ് ഓരോരോ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ തരത്തിലായിട്ടുള്ള ഓരോരോ ലാഗൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് നിങ്ങൾ അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി പോയിട്ട് വിൻഡോസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണെന്ന് നോക്കുക. വിൻഡോസ് 11 ആക്കാനല്ല ഞാൻ പറയുന്നത്, 10 ആണ്, 10 കുഴപ്പമില്ല. പക്ഷേ 10 തന്നെ ആയിട്ടുള്ള കുറേ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളിവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടെക്നിക്കാണ് ഡിസ്ക് ക്ലീനപ്പ്. അതിനുവേണ്ടി നിങ്ങളുടെ ദിസ് പി സി പോവുക, നിങ്ങൾ വിൻഡോസിലെ ഡ്രൈവിൽ പ്രോപ്പർട്ടീസ് എടുക്കുക, എന്നിട്ട് ഡിസ്ക് ക്ലീനപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു കാൽക്കുലേഷനൊക്കെ കാണാം. എന്നിട്ട് നിങ്ങളിവിടെ കാണുന്ന കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ടാണ് കുറച്ച് സൈസ് മാത്രമുള്ള ഫയൽസ്, അല്ലെങ്കിൽ കുറേ സൈസ് ഉണ്ടാവും, GB ഉള്ള ഫയൽസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ വ്യൂ ക്ലീൻ സിസ്റ്റം ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ ടിക്ക് മാർക്കും ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഡിലീറ്റ് ഫയൽസ് കൊടുക്കുക. അപ്പം അത് മൊത്തം ഡിലീറ്റ് ആയി കഴിഞ്ഞേക്കും. ഓക്കെ, പിന്നെ സ്റ്റാർട്ടപ്പ് ആപ്സ് ഡിസേബിൾ ചെയ്യുക. അത് നിങ്ങൾ ടാസ്ക് മാനേജറിൽ പോവുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടപ്പ് എന്ന് മേലെ കാണാം. അപ്പോൾ അതിൽ നിങ്ങളുടെ എനേബിൾ ആയിട്ടുള്ള ആപ്സൊക്കെ ഡിസേബിൾ ചെയ്ത് കളയാം. ആ വിൻഡോസ് സെക്യൂരിറ്റി മാത്രം എനേബിൾ ചെയ്യുന്നോട്ടെ, അത് അല്ലെങ്കിൽ വേറെ വല്ല ആൻറ്റി വൈറസോ ഉണ്ടെങ്കിൽ അത് മാത്രം എനേബിൾ ആയിക്കോട്ടെ. ബാക്കി എല്ലാവരും ഡിസേബിൾ ചെയ്ത് കളയാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം. നിങ്ങളെ പി സിയിൽ ആവശ്യമില്ലാത്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൺട്രോൾ പാനൽ എടുത്തിട്ട് അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ആവശ്യമില്ലാത്ത പ്രോഗ്രാംസ്, നിങ്ങൾ യൂസ് ചെയ്യാത്ത വല്ല പ്രോഗ്രാംസും ഉണ്ടെങ്കിൽ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ തന്നെ ഇപ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ആവശ്യമുള്ളതായതുകൊണ്ട് ഞാൻ അവിടെ വെച്ചേക്കാണ്. പിന്നെ വിൻഡോസ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ പോയിട്ട് ഇപ്പോൾ എനിക്കിത് ആവശ്യമില്ലാതെ തോന്നുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങൾ കൺട്രോൾ പാനൽ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ ഡീഫ്രാഗ് ചെയ്യുക. SSD ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യേണ്ട, ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ചെയ്താൽ മതി. സെർച്ചിൽ പോയിട്ട് ഡീഫ്രാഗ് സെർച്ച് ചെയ്യാൻ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ C ഡ്രൈവ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒപ്റ്റിമൈസ് എന്നുള്ള ഒരു ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്താൽ കാണാം. വെയിറ്റ് ചെയ്യാച്ചാൽ നിങ്ങളുടെ ഡിസ്കിൻ്റെ സൈസ് അനുസരിക്കും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് എന്താ വെച്ചാൽ അത് തീർക്കുക. പിന്നെയാണ് റിമൂവ് ആനിമേഷൻസ് റിമൂവ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ അപ്പിയറൻസ് എന്ന് സെർച്ച് ബാർ പോയി സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ അപ്പിയറൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് എടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം എന്താ പറയുക, നിങ്ങളുടെ ആനിമേഷൻസൊക്കെ ഡിസേബിൾ ചെയ്ത ആളെയാണ്. ഇതിൽ നിങ്ങൾ ബെസ്റ്റ് ഫോർ പെർഫോമൻസ് ഉള്ള ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിലൂടെ ആനിമേഷൻസൊക്കെ ഡിസേബിൾ ആവുകയും ചെയ്യും. പി സിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഇതാ കണ്ടില്ല, ആനിമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് കീ നോക്കിയാൽ ഒറ്റയടിക്ക് തന്നെ പോയി വരും, അല്ലാണ്ട് അതിന് വേറെ ആനിമേഷൻ ഒന്നും ഉണ്ടാവില്ല. അടുത്താണ് ചെക്ക് ഫോർ വൈറസ്. നിങ്ങൾ ഏതൊരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെടുക്കുക, വൈറസ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ഇപ്പം ഞാനിവിടെ എല്ലാവരുടെയും പി സിയിലുള്ള വിൻഡോസ് സെക്യൂരിറ്റി യൂസ് ചെയ്യാണ്. അവിടെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് വല്ല വൈറസും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിന് വേണ്ട വല്ല ആക്ഷനും നിങ്ങൾ എടുക്കുക. ഓക്കെ, അടുത്താണ് ടെമ്പററി ഫയൽസിൻ്റെ ക്ലീനപ്പ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വിൻഡോസ് 6 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് TEMP എന്ന് സ്പെല്ലിംഗ് ആയിട്ടാണ് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഫയൽസും ഫോൾഡറും കാണാം, അതൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഒന്നും ആവശ്യമില്ലാത്ത ഫയൽസാണ്. ഞാനിപ്പം നേരത്തെ ഡിലീറ്റ് ആക്കിയതുകൊണ്ടാണ് ഇത് കുറച്ചുള്ള, അല്ലെങ്കിൽ കുറേ ഉണ്ടാവും. പിന്നെ വീണ്ടും വിൻഡോസ് 6 ക്ലിക്ക് ചെയ്ത് ആ ടെമ്പിൻ്റെ 2 സൈഡിൽ 2% ഇടുക. ഇത് വേറെ കുറേ ടെമ്പററി ഫയൽസാണ്. ഇത് നിങ്ങൾ സെലക്ട് ഓൾ ചെയ്യുക. അത് Ctrl A ആണ് എല്ലാം സെലക്ട് ചെയ്യാൻ ഷോർട്ട് കട്ട്. എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ നിങ്ങൾ സ്കിപ്പ് അടിച്ചാളാം. ഓക്കെ, അടുത്ത വീണ്ടും അങ്ങനെ തന്നെ വിൻഡോസ് 6 നിൽക്കുക, റൺ എടുക്കുക, പ്രിഫെറ്റ്സ് അടിക്കുക, സ്പെല്ലിംഗ് എത്തരുത്, പ്രിഫെറ്റ്സ് PRE ആ സംഭവം അടിക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് കുറച്ചധികം ഫയൽസ് കാണും. Ctrl A സെലക്ട് ഓൾ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ സ്റ്റോറാവും? നമ്മൾ റീസൈക്കിൾ ബിന്നിൽ സ്റ്റോറാവും. അപ്പം എന്താക്കുക, ജസ്റ്റ് ഒന്ന് അത് എംപ്റ്റി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എംപ്റ്റി റീസൈക്കിൾ ബിൻ ക്ലിക്ക് ചെയ്യുക. യെസ്, ഓക്കെ,
ഇങ്ങനെയാണ് നമ്മളെ റീസൈക്കിൾ ബിന്ന് എംപ്റ്റി ചെയ്യുക. എന്തെങ്കിലും ആവശ്യമുള്ള സാധനം അതിൻ്റെ അകത്ത് ബിന്നിൽ കിടപ്പുണ്ടോ നോക്കണം. അടുത്ത നിങ്ങൾ വീണ്ടും വിൻഡോസ് 6 ക്ലിക്ക് ചെയ്യുക, MS config എന്ന് സെർച്ച് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടെമ്പററി ഫയൽ ക്ലീൻ ചെയ്യല്ല, നമ്മളെ പ്രോസസ്സറിൻ്റെ കോറിൻ്റെ എണ്ണം കൂട്ടാണ്. നിങ്ങൾ അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കാണ് നമ്പർ ഓഫ് പ്രോസസ്സസ്, നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുക്കുക. എൻ്റെ ഇപ്പോൾ 2 കോറുള്ള CPU ആണ്, അതുകൊണ്ട് 2 സെലക്ട് ചെയ്യുക. 4 കോറാണ് 4 സെലക്ട് ചെയ്യുക. 8 ആണ് 8 സെലക്ട് ചെയ്യുക. 16 ആണ് 16 സെലക്ട് ചെയ്യുക. ഏതാണ് സ്യൂട്ടബിൾ വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ഓക്കെ. എന്നിട്ട് ഒന്ന് നിങ്ങൾ PC റീസ്റ്റാർട്ട് ചെയ്താൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. റെഗുലർലി റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതൊന്നും ചെയ്തിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുക. ഓക്കെ, റീസെറ്റ് ചെയ്ത് കളയുക, അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഫയൽസൊക്കെ ബാക്കപ്പ് ചെയ്യുക, റീസെറ്റ് ചെയ്ത് കളയുക. റീസെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെ ഒരു വീഡിയോ വല്ലതും റെഫർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വല്ല ഷോപ്പിലും കൊണ്ടുപോയി കൊടുത്ത് റീസെറ്റ് ചെയ്യുക. സിമ്പിളാണ് സംഭവം. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ടിപ്സ്. അപ്പം ഈ ടിപ്സ് കൊണ്ടൊക്കെ PC ഒന്ന് ഫാസ്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയല്ല. ജസ്റ്റ് കിഡിങ് ഗൈസ്. അപ്പോൾ ഇതേപോലെ പുതിയ കൂടുതൽ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്നും അറിയണ്ടേ, ഞാനൊന്ന് ഹാപ്പി ആവട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതേപോലത്തെ പുതിയ വീഡിയോസ് കാണാം. അതുവരെ ബൈ ബൈ.